അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത നമ്മൾ പ്രാവശ്യം ഡൽഹിയിൽ എത്തിയിട്ടുള്ള 2025 ജാനുവരിയിൽ നമ്മൾ എത്തിയിട്ട് അടുത്ത് നോക്കാൻ പോകുന്നതാണ് ഒരു മെഴ്സിഡീസിൻ്റെ സി ക്ലാസ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. സി ക്ലാസും സി എൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളൊരു സി ക്ലാസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ വന്നിട്ടുള്ളത്. ഇത് 2015 C 220D ആണ്. ഡീസൽ 92,000 കിലോമീറ്ററിൻ്റെ അടുത്താണ് മീറ്റർ റീഡിങ്ങും കാര്യങ്ങളും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോൾ പ്രസൻ്റ്ലി നിൽക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ നമ്മുടെ കീർത്തി നഗർ അടുത്താണ് നമ്മളിപ്പോൾ പ്രസൻ്റ്ലി ഉള്ളത്. അപ്പോൾ അനീഷ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടി നോക്കിയാൽ വണ്ടിയുടെ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് കണ്ടില്ല. ചെറിയ ലെവലിൽ എനിക്ക് 1-2 സ്ഥലങ്ങളിലൊക്കെ റീപെയിൻറ്റ് കാര്യങ്ങൾ ഡൗട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലയൻറ്റിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ ക്ലയൻറ്റ് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ വണ്ടി നോക്കിക്കോളാൻ പറഞ്ഞു. നമ്മൾ ഇന്നലെ വേറൊരു വണ്ടി കൂടി നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇത് നോക്കട്ടെ. അത് കാണിക്കാൻ പറ്റുന്ന ഞാൻ സ്ക്രീനത്തെ ഫോട്ടോസോ കാര്യങ്ങൾ കാണിച്ചു തരാം. അത് കുറച്ച് മോശം കണ്ടീഷനിൽ കിടക്കുന്നുണ്ട്. നമ്മൾ എടുക്കാതെ വന്ന് ഇതിന് അവർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഏകദേശം 10-15 ലക്ഷം രൂപയുടെ അടുത്ത് ആസ്ക് ചെയ്യുന്നുള്ളൂ. പ്ലസ് അവർ NOC കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞു. കാരണം ഇവിടെ എല്ലാവരും 3% കമ്മീഷൻകാരാണ്. അത് അവരുടെ ഷോറൂമിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കയറി വീഡിയോ എടുക്കാൻ പറ്റുന്ന കാണിച്ചു തരാം. പ്ലസ് NOC എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമുക്ക് സംസാരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വിലയിലേക്ക് കാര്യങ്ങളിലേക്കായിരിക്കും നമ്മൾ ഈ ഒരു വണ്ടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് ചെക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ അകത്ത് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഓക്കെ. അപ്പോൾ ഞാൻ വണ്ടി ചെക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഗ്ലാസോ കാര്യങ്ങളോ ഹെഡ്ലൈറ്റോ ഒന്നും തന്നെ റീപ്ലേസ് ഇല്ല കേട്ടോ. ഞാൻ നോക്കിയായിരുന്നു. ലൈറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. കുറച്ച് ഡാർക്കായിട്ടോ ഒന്നും വീഡിയോയിൽ കാണുന്നത് എനിക്ക് തോന്നുന്നു. സ്ക്രീനൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കുക. വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾക്ക് കാണാം. നല്ല വൃത്തി തന്നെയാണ് ഇരിക്കുന്നത്. കാര്യമായ റീപ്ലേസ്മെൻറ്റുള്ള എക്സ്ട്രാ ഫിറ്റിങ്സോ ഒന്നും തന്നെ ഇൻറ്റീരിയറിൽ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഏകദേശം മീറ്റർ റീഡിംഗ് കണ്ടു. അത് കാണിച്ചിരിക്കുന്ന 95,414 കിലോമീറ്റർ മീറ്റർ റീഡിംഗ് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ജെന്യൂൻ കിലോമീറ്റർ ആണോ അല്ലെങ്കിലും നമുക്കിതിൻ്റെ സ്കാൻ ചെയ്യുന്ന ടൈമിൽ നമുക്കിതിൻ്റെ ലൈവ് ഡാറ്റ എടുത്ത ECM റെക്കോർഡ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇൻറ്റീരിയർ ഇരിക്കുന്നത്. സീറ്റോറിൻ്റെ ഭാഗത്ത് നമുക്ക് നെഗറ്റീവ് ഒന്നും തന്നെ പറയാനില്ല. ഡൽഹിയിൽ തണുപ്പ് മാറി ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജാക്കറ്റുകളെല്ലാം ഇവിടെ അയച്ച് ഇട്ടിട്ടുണ്ട്. സൺറൂഫും കാര്യങ്ങളൊക്കെ ഡബിൾ റൂഫ് വരുന്ന ടൈപ്പാണ്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു വൃത്തി. നമുക്ക് ഈ ഒരു വശങ്ങളിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. പുറകിലും തന്നെ ടൈൽ ലാമ്പും കാര്യങ്ങളൊന്നും തന്നെ ചേഞ്ച് ചെയ്തില്ല. എല്ലാം അതിൻ്റെ OG തന്നെയാണ്. ഇനി എവിടെയൊക്കെ എന്തൊക്കെ റീപെയിൻറ്റ് കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ അണ്ടർബോഡി മുതൽ 8 സെറ്റ് കാര്യങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് തന്നെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് അങ്ങനെ വണ്ടിയുടെ ചെക്ക് ചെയ്യാൻ പോകുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ പെയിൻറ്റിൻ്റെ ഗേജ് ഒന്ന് നോക്കാം. നമുക്ക് പെയിൻറ്റ് എത്രമാത്രം ഉണ്ടെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇത് ബോണറ്റ് റീപെയിൻ്റ് ആണ്. അത് നമുക്ക് കാഴ്ച തന്നെ മനസ്സിലായിരുന്നു. നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. 20, 30. ഇതിൻ്റെ ബോണറ്റ് റീപെയിൻ്റ് ആണ് കേട്ടോ. ബോണറ്റും ബമ്പറും അവർ അടിച്ചിട്ടുണ്ട് ഉണ്ട്. അതെനിക്ക് കാഴ്ച തന്നെ മനസ്സിലാവുന്നുണ്ട്. നമുക്ക് വശങ്ങളിൽ നോക്കാം. ഇല്ല, ഇവിടെ ഒറിജിനലാണ്. ഇത് ഒറിജിനലാണ്. ഇത് ഒറിജിനലാണ്. ഇത് ഒറിജിനലാണ്. ഇനി അതിൻ്റെ ബോണറ്റ് തുറന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ബമ്പറിലും തന്നെ അവർ പെയിൻറ്റ് ടച്ച് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ബോണറ്റും എന്തായാലും റീപെയിൻ്റ് ആണ്. ഈ മേലോട്ട് കയറിയിട്ടുണ്ടോ നോക്കട്ടെ. ഇതിൻ്റെ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ. ഗ്ലാസ്സൊക്കെ ഇതിൻ്റെ കമ്പനി ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. അത് പോളിഷൊക്കെ ചെയ്തൊന്ന് വൃത്തിയാക്കാവുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. ഇവിടെയൊക്കെ ഒറിജിനൽ തന്നെയാണ്. ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത്. സൈഡ് വശങ്ങളിൽ തന്നെ ഗ്ലാസോ കാര്യങ്ങളോ മാറില്ല. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസും കാര്യങ്ങളും ഉള്ളൂ. ഇത്രയും വർഷം പഴക്കം ചെന്ന വണ്ടിയല്ല. 2015 വണ്ടി. ഇപ്പോൾ ഏകദേശം 10 വർഷം ആവാൻ പോകുന്നു. റീപെയിൻ്റ് ഇല്ല. റീപെയിൻ്റ് ഇല്ല. റീപെയിൻ്റ് ഇല്ല. ഇതിൻ്റെ റണ്ണിങ് ബോർഡിലും തന്നെ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നിലവിൽ നോക്കിയിട്ട് കണ്ടിട്ടില്ല. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യണം. അതിൽ തുരുമ്പോ കാര്യങ്ങളോ അല്ല പൊട്ടിയിട്ട് പെയിൻ്റ് അടിക്കുക എല്ലാം ചെയ്തുകൊള്ളുന്നില്ല. ഇവിടെ ഒക്കെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് കേട്ടോ. എല്ലാ ബാഡ്ജിങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഇതെല്ലാം അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഈ ഡോറിൻ്റെ ഇഞ്ചസും കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനത്തെ ഭാഗത്തൊന്നും തന്നെ നെഗറ്റീവ് നമുക്ക് പറയാനില്ല. ഇവിടെയും തന്നെ എല്ലാ പഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ കാണാം. ഇതിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിയിട്ടില്ല. ഡോറിൻ്റെ അടിവശത്തും തുരുമ്പോ കാര്യങ്ങളും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല. ഈ ഡോർ പാട അവർ മുമ്പ് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു ഇത് നമുക്ക് കാണാം. അവർ ഇതാക്കിയിട്ട് പിന്നെ ഇതിനകത്തൊക്കെ പൊടിയും ചളിയുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇവിടുന്ന് വണ്ടി കസ്റ്റമർക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു നോർമലായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ വാഷ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ കൊണ്ടുപോയിട്ട് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് ഇൻറ്റീരിയർ വാഷും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഒക്കെ അതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. നമുക്ക് കാഴ്ച തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റ് ആക്കുന്നത്. ഞാൻ ബോണറ്റ് അടിച്ചിട്ടുണ്ടെന്നല്ലോ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ അനീഷിനോട് പറഞ്ഞു. അത് മീറ്റർ വെച്ചപ്പോൾ തന്നെ ഇത് ശരിക്കും നമുക്കൊരു 150 to 200 അടുത്താണ് നമുക്ക് വരേണ്ടത്. അത് 300, 350, 400 വരെയൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷേ പൊട്ടിയില്ല. ജസ്റ്റ് അവർ പെയിൻറ്റ് അടിച്ചിട്ടുള്ളൂ. അതെന്തെങ്കിലും സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം. വേറെ അതിൻ്റെ ഉള്ളിലും പേസ്റ്റിങ്ങും തന്നെ പൊട്ടിയായിട്ട് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇവിടെ ഒന്നും ഇത് പോയിട്ടില്ല. ഇതിൻ്റെ എല്ലാം ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇനി അണ്ടർബോഡി കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി നോക്കുന്നതായിരിക്കും. ഓക്കെ, ഒറിജിനലാണ്.
ഇന്നലെ നമ്മളൊരു സി ക്ലാസ് പോയി നോക്കി. 2017 വണ്ടിയായിരുന്നു. അതിൻ്റെ വാട്ടർ പമ്പ് കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ വണ്ടിയിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്തു. അത് കാരണം ഒത്തിരി റൈറ്റും അവർ ചോദിക്കുന്നുണ്ട്. ഒന്നും നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ഒന്നും റെഡിയല്ല. പിന്നെ ലെഫ്റ്റ് സൈഡ് ഓൾറെഡി ആക്സിഡൻ്റ് ആണ്. അതിനനുസരിച്ചുള്ള റീപെയിൻറ്റും കാര്യങ്ങളും കണ്ടിട്ടുണ്ട് നമ്മൾ നോക്കിയപ്പോൾ സമയത്ത്. ഇന്നലെ ഈ വണ്ടിയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഇന്നലെ നോക്കിയ വണ്ടിയുടെ കാര്യം പറഞ്ഞു. ഇതിൻ്റെയും പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല. നല്ല കാട്ടിക്ക് തന്നെ പേസ്റ്റിങ്ങും കാര്യങ്ങളും നോക്കിയിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ബാക്ക് ബമ്പർ അവർ പെയിൻറ്റ് അടച്ച് ചെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇവിടെ ഒറിജിനൽ പെയിൻ്റാണ്. ഇവിടുത്തെ തന്നെ പേസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല. കാരണം വശങ്ങളിലും ഗ്ലാസ് ഒന്നും തന്നെ മാറിയിട്ടില്ല. എല്ലാം ഒരേ സീരീസിൽ കിടക്കുന്ന ഒരേ ഇയറിലുള്ള ഗ്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. ഇത് നമ്മുടെ എറണാകുളത്തുള്ള ഒരു ടീമിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇവിടെ റണ്ണിങ് ബോർഡിൽ പരിക്കൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ ആ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. എവിടെയൊക്കെ പെയിൻ്റ് അടിച്ചതെന്ന് അറിയാൻ ഞാൻ വിട്ട് പോയിന്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഇവിടെ ഒന്നും റീപെയിൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല. നമുക്കിനി ഇതിൻ്റെ ബോണ്ട് പൊക്കി ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചിട്ട് തുറക്കാം. ബോണ്ട് തുറന്നു കഴിഞ്ഞാൽ എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ ഉണ്ട്. ഞാൻ ഏറ്റവും കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒന്ന് അടുത്ത് പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കണ്ടോ, നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കമ്പനി കൊടുക്കുന്ന OG ഹെഡ്ലൈറ്റ് ആണ്. അതിൻ്റെ പാർട്ട് നമ്പറും കൂടാതെ അതിൻ്റെ ഇയർ കാര്യങ്ങളും ഇപ്പോൾ എത്രമാത്രം കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് അതിൽ വ്യൂ ആവുന്നത് എനിക്ക് അറിയത്തില്ല. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കാണാം. ഇതേപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് വന്നാൽ ഇവിടെ ഈ സൈഡിൽ നിന്നുണ്ടോ കറക്റ്റായിട്ട് നമുക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. 2015 തന്നെയാണ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. വേറെ ഇവിടെ ഫിറ്റിങ്സോ കാര്യങ്ങളൊന്നും തന്നെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇവിടെ പേസ്റ്റിങ്ങും തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. നമ്മളിതെല്ലാം ചെക്ക് ചെയ്തായിരുന്നു. ഞാൻ വന്നപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ലോക്ക് തിരിച്ചിട്ട് വെച്ചു. ഓക്കെ, പിന്നെ എൻജിൻ ഭാഗത്ത് ഇനിയിപ്പോൾ നമുക്ക് ഈ പാഡൊന്ന് എടുത്ത് പൊക്കി ചെക്ക് ചെയ്ത് നോക്കണം. ഇതൊന്ന് അയച്ച് നോക്കേണ്ടി വരും. അല്ലാതെ നമുക്കത് എടുക്കാനുള്ള വേറെ വഴിയൊന്നുമില്ല. നമുക്ക് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ പുറമെന്ന് നോക്കിയിട്ട് അവിടെ തന്നെ ഓയിൽ ലീക്കോ അല്ലെങ്കിൽ ഇതൊന്നും കണ്ടില്ല. ഇവിടുത്തെ എല്ലാം തന്നെ പേസ്റ്റിങ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ വിഷയങ്ങളൊന്നും തന്നെ നമുക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല. നല്ല വൃത്തി തന്നെയാണ് ഇരിക്കുന്നത്. മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി നമുക്ക് കാണാം. എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടോ ഈ ബോണ്ടിൻ്റെ തന്നെ ഇതിൻ്റെ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ അവർ പൊട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇന്നലെ മറ്റേ വണ്ടിയുടെ ആ ഒരു പേസ്റ്റിംഗ് ഒക്കെ പൊട്ടിയായിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള പഞ്ചിങ് മാർക്കും കാര്യങ്ങളോ എല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും പുറമെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ആയതുകൊണ്ട് പെയിൻ്റ് അടിച്ചതായിരിക്കാം. കാരണം അത് എടുത്ത് കാണാവുന്ന ഒരു കാര്യമുണ്ടോ. ഇവിടെ ഒരു പെയിൻ്റ് അടിച്ചതിൻ്റെ കളർ വ്യത്യാസം കാണുന്നുണ്ടോ. ഇതിനകത്ത് ക്യാമറയിൽ നമുക്ക് നോക്കിയാൽ കാണാം. അങ്ങനെയുള്ള ചെറിയ ഒന്നുകൊണ്ടൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളൂ. എന്തായാലും ഇപ്പോൾ ഇത്രയും വർഷം പഴക്കം ചെന്ന വണ്ടിയല്ല, 10 വർഷത്തിൽ കൂടുതൽ പഴക്കമല്ല. അപ്പോൾ അതിൻ്റേതായത് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ ഫ്രണ്ടിലൊന്നും തന്നെ ക്രോസ് ബാറോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയായിട്ട് കണ്ട എല്ലാത്തിൻ്റെയും ഫിറ്റിങ്സ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് നോക്കിയിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഫ്രണ്ട് വശത്തും കണ്ട് ഇതിലൊന്നും ഒരു വർക്കിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ എക്സ്ട്രാ വർക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതിനെല്ലാം കണ്ട് ഈ മാർക്കിംഗ് അടക്കം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതൊക്കെ അയക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് മാന് പോകും, അത് ചേഞ്ചായി പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടില്ല. നല്ലൊരു ക്വാളിറ്റി നമുക്ക് പുറമെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ കറക്റ്റ് പറയാൻ പറ്റും. നമുക്ക് നോക്കാം. വണ്ടിയുടെ അണ്ടർബോർഡ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് കാണാം ഫുള്ളായിട്ട് പാക്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ നന്നായിട്ട് തന്നെ ഒരു ഇതിനകത്ത് എവിടെയും കയറി നോക്കേണ്ടി തന്നെ വരും. നിലവിൽ വേറെ അടിച്ചതോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. നല്ല വൃത്തി തന്നെയാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തും കൂടി ചെക്ക് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റാർട്ട് ഉണ്ട്. എടാ ഒന്നും കൂടി ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യ്. ഓക്കെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഇല്ല, എഡ്ജ് മൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ പ്രശ്നമല്ല. അല്ലെങ്കിൽ അതിന് ഇവിടെ ഒരു അടി നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വല്ല അടി വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നോക്കിച്ചത്. അങ്ങനെ വേറെ വിഷയമൊന്നുമില്ല. എടാ ഒന്ന് റൈസ് ചെയ്യടാ. ഇല്ല കേട്ടോ, അവിടുന്ന് തിരിച്ച് റിട്ടേൺ പോകെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഓയിലും തന്നെ റിട്ടേൺ അടിച്ച് നമ്മൾ കാണില്ല. ചില വണ്ടികളിലൊക്കെ ഇവിടെ തുറന്ന് കാണുന്ന സമയത്ത് ഒരുപാടായിട്ട് റിട്ടേൺ ഭയങ്കര അധികം ഓയിൽ അടിച്ച് കാണാം. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ക്യൂളൻ്റെ ഗ്യാപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, നല്ല നീറ്റായിട്ടോ ഇരിക്കുന്നത്. നല്ല നീറ്റായിട്ട് നോക്കട്ടെ, നല്ല നീറ്റായിട്ടായിരിക്കും. വാട്ടർ പമ്പൊക്കെ പ്രോപ്പറായിട്ടൊന്ന് വർക്കാവുന്നത്. വെള്ളം റിട്ടേൺ കയറി ഇറങ്ങുന്നൊക്കെ ഉണ്ട്. കൂളിൻ്റെ ഒക്കെ ആവശ്യത്തിലധികം ലെവലിലുണ്ട് കേട്ടോ.
വേറെ നോയ്സോ കാര്യങ്ങളൊന്നും എഞ്ചിൻ്റെ അവിടെ നോയ്സിൻ്റെ വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ എഞ്ചിൻ്റെ ഭാഗം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ കേട്ടോ, എന്നിട്ട് ഞാൻ പറയാവേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പുറമെ നോക്കിയാലൊക്കെ വണ്ടിയുടെ കാര്യത്തിൽ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൻ്റെ ഒറിജിനൽ ഫോർമാറ്റും കാര്യങ്ങളാണ്, അതൊന്നും ഇവർ മാറിയിട്ടില്ല കേട്ടോ. ഇവിടെ ഫ്ലഡൊക്കെ കയറി വണ്ടിക്ക് അതൊക്കെ ഒരു മാറ്റി പുതിയ കപ്പ്മാറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്തൊക്കെ കാണാറുണ്ട്, പക്ഷേ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബെൻസ് കൊടുക്കുന്ന ആ കമ്പനി മാറ്റ് മുതൽ എല്ലാ കാര്യങ്ങളും ഒറിജിനൽ കണ്ടിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിനകത്തൊക്കെ എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട്. സ്വിച്ചസ് ആണെങ്കിലും കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കിനി നമ്മുടെ OBD സ്കാനർ ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് സ്കാനിങ് ചെയ്ത് നോക്കണം. ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ OBD പോർട്ട് വരുന്നത്. ഇവിടെ കിട്ടി. ഓക്കെ, നമ്മുടെ OBD പോർട്ടിൽ നമ്മുടെ OBD സ്കാനർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വണ്ടി കയറി കീ ഓണാക്കി നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. വണ്ടി കണ്ടോ, തൊട്ടപ്പോഴേക്ക് സിമ്പിളായിട്ട് സ്റ്റാർട്ടായി. അപ്പോൾ വണ്ടി എത്രമാത്രം സൗണ്ട് നിങ്ങൾക്ക് ഈ മൈക്കിൽ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. വണ്ടി പ്രസൻ്റ്ലി സ്റ്റാർട്ടാണ്. പുറത്തെ ചെറിയ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ AC ഓൺ ചെയ്യാൻ തീരുമാനിച്ചു. ഫാനിൻ്റെ സ്പീഡ് 4 ഇരിക്കട്ടെ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിനി നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ടെന്ന്, ഇപ്പോൾ പറയാത്തതുകൊണ്ടായിരിക്കാം ചിലർ തെറ്റിദ്ധരിച്ചു ഏതൊരു മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ വണ്ടി സ്കാൻ ചെയ്യുന്നത്. ആക്ച്വലി അങ്ങനെയല്ല. നമ്മളൊരു സ്കാനർ മേടിക്കുമ്പോൾ ആ സ്കാനറിന് ആ കമ്പനി അതിൻ്റെ ഒരു ആപ്പ് പറഞ്ഞിട്ടുണ്ടാവും. ആ ആപ്പ് വഴിയാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ എന്നോടിങ്ങനെ ബ്രോ സ്കാൻ ചെയ്യുന്ന ആപ്പ് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുമോ അല്ലെങ്കിൽ ആപ്പിൻ്റെ പേര് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വാട്സപ്പിലും മെസ്സേജുകളും വീഡിയോയുടെ താഴെ കമൻറ്റ് വരെ. ഇത് അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കാനർ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് എത്ര സ്കാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ റിപ്പോർട്ടിൽ എന്തൊക്കെ കിട്ടും, എന്തൊക്കെ ഇതില്ല എന്നെല്ലാം നമുക്ക് നോക്കാം. കൂട്ടത്തിൽ ഇതിൻ്റെ കിലോമീറ്ററിലുള്ള ജെന്യൂനിറ്റിയും കാര്യങ്ങളും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി തന്നെ ECM കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ വണ്ടിയുടെ ECM കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതൊക്കെ നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മുടെ മറ്റേ എൻഡോസ്കോപ്പി ക്യാമറ ഉണ്ട്, അത് വെച്ചൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ഇതെല്ലാം പാടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അറിയില്ല. ഇന്ന് ഇവിടെ മാർക്കറ്റ് അവധിയുള്ള ദിവസമാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇവർ ഷോപ്പ് തുറന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഇവിടെ എന്ത് മാർക്കറ്റാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആൾ പോണം എന്ന് പറഞ്ഞ് ധൃതി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ വന്ന് നോക്കാമെന്ന് കരുതി, പക്ഷേ ഇന്നലെ അവർ നമുക്ക് ലൊക്കേഷൻ അയച്ചാൽ നമുക്ക് കുറച്ച് ലേറ്റായി, നമ്മൾ കുറച്ച് ദൂരമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ പറ്റിയില്ല. കാരണം 5:30-6 മണിയാകുമ്പോൾ തന്നെ ഇവിടെ ഇരുട്ടാവുന്നുണ്ട്. ഇരുട്ടായിക്കുന്ന പിന്നെ വന്ന് നോക്കി ഇങ്ങനെ വണ്ടി നമുക്ക് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം ക്ലയൻറ്റിനാണ് നമ്മൾ കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുക്കണമല്ലോ. നമുക്ക് തുറന്ന് നോക്കാം. യെസ്, നല്ല പൊടിയുണ്ട്. ഇത് വർക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നോക്കുന്നത്. ക്ലയൻറ്റിനോട് നമുക്ക് പറയുമ്പോൾ പറയണമല്ലോ. കാരണം സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് ടൈം എടുക്കും. ഇതെല്ലാം പ്രോപ്പർ വർക്കിംഗ് കേട്ടോ. ഇന്നലത്തെ വണ്ടിയുടെ നമ്മൾ നോക്കിയ സമയത്ത് ഇതൊക്കെ വർക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസം കാണിച്ചിരുന്നു, പക്ഷേ ഇതിൻ്റെ അങ്ങനെയൊന്നുമില്ല. എല്ലാം അപ് ടു ഡേറ്റ് വർക്കാവുന്നുണ്ട്. ഓക്കെ, എല്ലാ ഫങ്ഷൻസും വർക്ക് ചെയ്യുന്നില്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഗ്ലാസുകളുടെയൊക്കെ കാര്യങ്ങളെല്ലാം പ്രോപ്പറാട്ടോ. സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇനി മിറർ ഫോൾഡിങ്, ഓക്കെ, ഫോൾഡിങ് പ്രോപ്പറാണ്. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്, അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ നോക്കിയില്ലെങ്കിൽ ഈ ഒരു കാര്യം കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. സൈഡ് മിറേഴ്സ് ആണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കി കസ്റ്റമർക്ക് ഒരു കറക്റ്റ് ഇത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ നോക്കുന്നത്. നമുക്ക് പറയും ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാമെന്നുള്ളത്, പക്ഷേ ഏച്ചു കൂട്ടിയ മുഴച്ചിരിക്കുന്നു പറയുന്ന പോലെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ കൊണ്ടുപോയി തൊടാൻ നിന്നാൽ പിന്നെ അതിനെല്ലാം നമ്മൾ കാശ് കണക്കാക്കേണ്ടി വരും. എല്ലാം പ്രോപ്പറായിട്ട് തന്നെ വർക്കിംഗ് ആണ്. ഇത് ടച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഡിസ്പ്ലേയിലൊക്കെ. വിഷയങ്ങളൊന്നുമില്ല. ഒന്ന് ഇൻറ്റീരിയറൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ടയർ പ്രഷറിൻ്റെ ഒരു എറർ വന്നിട്ടുണ്ട്, പിന്നെ അതിനെ ഉള്ളൂ തോന്നുന്നു. കാര്യമായിട്ട് ഇതുവരെ എറേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഏകദേശം 50% ആയിട്ടുണ്ട് കേട്ടോ സ്കാനിങ്. ബാക്കി കുറച്ച് ടൈം എടുക്കും. നമ്മളിങ്ങനെ പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടികളായതുകൊണ്ടേ കുറേ അധികം കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വരണമല്ലോ. അപ്പോൾ അതിന് ചെറിയ ടൈം എടുക്കും. ഇത് സെക്കൻഡ് ഓണറാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ട് എല്ലാം തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. ഇത് സെക്കൻഡ് ഓണറാണ്.
നമുക്ക് സ്കാനിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ. എന്തോ ഭാഗ്യത്തിന് ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് ആണ്. ഇതിനകത്ത് ഡോട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ഇവിടെ വൈപ്പർ ബ്ലേഡ് വരുന്നതിൻ്റെ ചെറിയൊരു സ്ക്രാച്ചസ് കാണാനുണ്ട്. വളരെ മൈന്യൂട്ടായിട്ടൊരു ചെറിയൊരു കല്ലടിച്ച പാട് ഇവിടെ കാണാൻ കേട്ടോ. ഒരു കടുകുമണിയുടെ വലുപ്പമുള്ളൂ. ഈ ഡൽഹിയിലെ വണ്ടികളിലൊക്കെ ഗ്ലാസ്സിൽ തേങ്ങ വീഴുന്നതാണോ എന്ന് ചോദിക്കുന്നവർക്ക് പറയുന്നത്. ഇത് എങ്ങനെ കല്ലടിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു റോഡിലെ കച്ചറകളൊക്കെ ഇല്ലോട്ടായിരിക്കും അത്ര അധികം. നമ്മുടെ നാട് പോലെയൊന്നുമല്ല, കേരളം പോലെയൊന്നുമല്ല. ക്ലീൻ സിറ്റി എന്നൊക്കെ പറയുമെങ്കിലും എത്രമാത്രം ക്ലീൻ ആണെന്നല്ല ഇവിടെ വന്നവർക്ക് അറിയാം അവസ്ഥ എന്താണെന്നത്. ഒരു ചെറിയൊരു കുത്തുള്ളൂ. ഇതിൻ്റെ പക്ഷേ ഒറിജിനൽ ഗ്ലാസ്സാണ്. പക്ഷേ ചിലവർ പോയിട്ട് ഈ ഗ്ലാസും കൊണ്ടുപോയിട്ട് റീപ്ലേസ് ചെയ്യും. അവർ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്ത് സിമ്പിളായിട്ട് മാറ്റാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മളാണെങ്കിലും പലയിടത്തും ചെന്ന് വണ്ടിയുടെ ഗ്ലാസ്സിൽ ഡോട്ട് ഉണ്ടായാലും ചെറിയ സ്ക്രാച്ച് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവർ പറയും പ്രോബ്ലം ഇല്ല, നിങ്ങൾ വണ്ടി എടുക്കാൻ തയ്യാറാണെങ്കിൽ പറഞ്ഞു, ഞാൻ നാളെ ഷോറൂമിൽ കയറ്റിയിട്ട് എൻ്റെ കാശിന് മാറ്റി തരാമെന്ന് പറഞ്ഞു. വളരെ സിമ്പിളായിട്ട് അവർ പറയണം. നമ്മുടെ നാട്ടിൽ ഗ്ലാസ് മാറി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ അപരാധമായി മാറും. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രശ്നമില്ല. അതിലെ ഡോറിൽ സ്ക്രാച്ച്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടയോട്ടയിൽ ഷോറൂമിൽ ഒരു വണ്ടി എടുത്തപ്പോൾ ആ ഡോറ് കുറച്ച് ചളിങ്ങിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു അതിൻ്റെ വർക്ക് ചെയ്യാനുള്ള പൈസ കുറച്ച് തരുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. ചോദിച്ചപ്പോൾ അവിടുത്തെ മാനേജർ പറയാം, നിങ്ങൾ വണ്ടിയുടെ പേയ്മെൻറ്റ് ചെയ്യും, ഓക്കെ ആണെങ്കിൽ നാളെ പുതിയ ഡോറ് റീപ്ലേസ് ചെയ്ത് തരാം. സിമ്പിളായിട്ട് അവർ പറയണം. കാരണം അത് വർക്ക് ചെയ്യാൻ ടൈം എടുക്കും, 2-3 ദിവസം പിടിക്കുമായിരിക്കും. അത് ഡെൻ്റ് എടുത്ത് പെയിൻ്റ് അടിച്ച് വരുമ്പോൾ അതിന് പുതിയ ഡോർ എടുത്ത് കയറ്റുന്നു, പെയിൻ്റ് അടിക്കുന്നു, വണ്ടി ഡെലിവറി തരുന്നു. പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഡോർ റീപ്ലേസ് ചെയ്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയുക, അത് സൈഡ് അടിച്ച വണ്ടിയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നു. നിങ്ങൾ ക്ലൈൻറ്റിനോട് പറയുമ്പോൾ ക്ലൈൻറ്റും എന്നിട്ട് ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് ചെയ്താൽ പോലും. അപ്പോൾ പുള്ളി പറയല്ല, എനിക്ക് ഡോർ മാറ്റി തരാണെങ്കിൽ അതാണ് നല്ലത്, അത് ചെയ്തോളാൻ പറഞ്ഞു. ചെയ്യിപ്പിച്ചു, കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതാക്കുന്നത്. എന്തായാലും നമ്മുടെ 94% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എത്ര എറർ വന്നു എന്നുള്ളത് നോക്കാം. അതിൻ്റെ അപ്പുറം എനിക്കറിയേണ്ടത് ഇതിൻ്റെ കിലോമീറ്ററിൻ്റെ കേസിലാണ്. യെസ്, ഇത് വലിയ മേജറായിട്ടുള്ള സംഭവങ്ങളൊന്നും വന്നില്ല. ഒന്ന് ടയർ പ്രഷറിൻ്റെ വന്നിട്ടുണ്ട്, SD കൺട്രോൾ, സ്ലൈഡിങ് റൂഫിൽ എന്തോ ചെറിയൊരു ഇത് കാണിച്ചിട്ടുണ്ട്, ഓഡിയോ കമാൻഡിലൊരു ഇത് വന്നിട്ടുണ്ട്, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ എന്തോ വന്നിട്ടുണ്ട്. ഇതിൻ്റെ റിപ്പോർട്ട് നമുക്കെടുക്കാം. ഇതൊന്നും അത്ര വിഷയമുള്ള കാര്യങ്ങളെല്ലാം, മേജറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റാണ്. ഇൻക്ലൂഡിങ് റിപ്പോർട്ട്. ഇനി ഈ റിപ്പോർട്ട് എടുക്കണത് നമുക്ക് ഒരു മെക്കാനിക്കിനെ കാണിച്ചു കൊടുക്കണം. ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ ചെറിയ വർക്കുകളാണെങ്കിൽ പോലും എത്ര കോസ്റ്റ് ആവും, കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെയും കസ്റ്റമറോടും അതിനെക്കുറിച്ച് സംസാരിക്കാൻ. ഇതിനകത്ത് മൈൽസ് കാണിച്ചിരിക്കുന്നത് 59,290 കിലോമീറ്ററാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് കാണാമല്ലോ. ഇത് ആണ് ഇതിൻ്റെ ECMൽ റെക്കോർഡ് വന്നിട്ടുള്ളത്. അതായത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് 95,414. അപ്പം നമുക്ക് ഗൂഗിളിൽ നമുക്ക് എന്ത് കേട്ടാം, മൈൽസ് ടു കിലോമീറ്റർ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺവേർഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 59,218 കറക്റ്റാണ്. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കറക്റ്റ് ഇത് ഓടിയിട്ടുള്ളത്. അപ്പം ECM എന്തായാലും മീറ്റർ അവർ ട്രാമ്പർ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായി. പിന്നെ എന്തായാലും ഈ 95,000 കാണിച്ചിരിക്കുന്ന വണ്ടി ജെന്യൂനായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു പരിക്ക് വെച്ചിട്ട് അത്രയും വേണമെങ്കിൽ പറയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ഇതായിരിക്കുന്നു. ജനറേറ്റ് PDF, ലെഫ്റ്റ് ഡോറിൻ്റെ പവർ വിൻഡോ സ്വിച്ച് എന്തോ ഒരു എറർ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് വർക്കിംഗ് ഉണ്ട്. ബാക്കൊന്നും കൊണ്ട് നമ്മൾ നോക്കിയപ്പോൾ കണ്ടിട്ടില്ല. ചിലപ്പോൾ അത് ക്ലിയർ ചെയ്താൽ പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്കിത് ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു റിപ്പോർട്ട് നമുക്ക് ജസ്റ്റ് ഒരു എടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ഇതിലെന്തൊക്കെ പോവില്ല എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. പോയി കഴിഞ്ഞാൽ വരുന്ന വ്യത്യാസം നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ടയർ പ്രഷറിൻ്റെ ക്ലിയറായി, SD മൊഡ്യൂൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഇതായി, ഓഡിയോ കൺട്രോളിൻ്റെ കമാൻഡിൻ്റെ പ്രോബ്ലം പോയി, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെയും പോയി. ഓക്കെ, ഇനി ഓടി വന്നിട്ട് തിരിച്ചത് വരുന്നുണ്ടെങ്കിൽ നമ്മളിത് എന്തായാലും വർക്ക് ചെയ്യേണ്ടി വരും. അത് വേറെ കാര്യം. എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട്. ഒരു വണ്ടി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. കാരണം പിന്നീട് നമ്മളത് ക്ലിയർ ചെയ്യുക ചെറിയ കാര്യങ്ങളാണ്, ചെറിയ ബട്ടണൊക്കെ ആയിരിക്കും. പക്ഷേ അത് ക്ലിയർ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടില്ല. ആ മറ്റേ ലെഫ്റ്റ് സൈഡ് ഡോറിൻ്റെ പവർ വിൻഡോൻ്റെ സ്വിച്ച് ഇപ്പോഴും മാൾ ഫംഗ്ഷൻ ആയിട്ട് തന്നെ കിടക്കുന്നത്. അത്ര വിഷയമുള്ള കാര്യം ഒന്നുമല്ല. നമുക്ക് വേണമെങ്കിൽ സ്വിച്ചിന് റീപ്ലേസ് ചെയ്ത് വിടാം. അതിൻ്റെ എക്സ്പെൻസ് എന്താവും എന്നുള്ളത് നമുക്ക് അന്വേഷിച്ച് നോക്കാം. ഈ റിപ്പോർട്ട് എടുത്ത് ഇതും മറ്റേ റിപ്പോർട്ടും നമുക്ക് നമ്മുടെ മെക്കാനിക്കിന് അയച്ചു കൊടുക്കണം. പിന്നെ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ പോവാം. പിന്നെ ബാക്കിയുടെ പ്രൈസിൻ്റെ കേസിലും കൂടി നമുക്ക് സംസാരിക്കണം. യെസ്, പക്കാം. ഇന്നലെ നമ്മൾ നോക്കിയ വണ്ടിയായിട്ട് ആനയുടെ ഉറുമ്പിൻ്റെയും മാറ്റുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇന്നലത്തെ വാട്ടർ പമ്പൊക്കെ കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് നമ്മൾ പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം വെച്ചാൽ അടുത്ത പണി എങ്ങനെയാണോ അതിൽ വരിക എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളിലേക്ക് നീക്കുവെക്കാം. അപ്പം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മളിതുവരെ നോക്കിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഹാപ്പിയാണ്. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. സീറ്റ് ബെൽറ്റ് കാര്യങ്ങളിട്ടു.
കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ക്ലീൻ ചെയ്യണം, അതിലൊക്കെ പൊടിയും ചളിയൊക്കെ ഉണ്ട്. ഡ്രൈവ് മോഡിലേക്ക് ഇട്ടു. പാർക്ക് ബ്രേക്ക് ഓഫ് ചെയ്തു. ന്യൂട്രൽ, ഡ്രൈവ്, ന്യൂട്രൽ, ഇല്ല വേറെ പ്രശ്നങ്ങളോ ചാട്ടമൊന്നുമില്ല. നമ്മളെപ്പോഴും ഗിയറിൻ്റെ ഭാഗത്താണെന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഹോണൊന്നും മാറിയിട്ടില്ല കേട്ടോ. ചിലർ ഇതിൻ്റെ ഹോണൊക്കെ മാറ്റി ഒരുതരം ലോറിയുടെ ഹോൺ പോലെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്, അലമ്പായിട്ട്. അനീഷ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, അതിൻ്റെ ചെറിയൊരു ഫണ്ട് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോർ പാഡ് അവർ മുമ്പ് എന്തിനും അയച്ചിട്ടുണ്ട്. അതിൻ്റെ അത് എന്താ പറയുക, പ്രോപ്പറായിട്ട് സെറ്റായിട്ടുള്ള തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു കര 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 നല്ല ചെറിയൊരു സൗണ്ട് വ്യത്യാസം നമുക്ക് കേൾക്കുന്നുണ്ട്. അതൊന്ന് അയച്ചൊന്ന് കറക്റ്റ് ചെയ്യണം. അത് ഇവന്മാർ ഹിന്ദിക്കാരങ്ങനെ അവർ കുത്തിത്തോണ്ടി ഇടത്തുള്ളൂ, കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യൊന്നുമില്ല. എന്തെങ്കിലും കാര്യത്തിന് ചിലപ്പോൾ അയച്ച് നോക്കിയതായിരിക്കും, എന്തെങ്കിലും ചിലപ്പോൾ സ്വിച്ചോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇതാവാൻ വേണ്ടിയിട്ട്. വേറെ മീറ്ററിൽ അങ്ങനെ വാണിംഗ് ഒന്നും തന്നെ അടിച്ചു വെക്കുന്നോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ കാണിക്കുന്നൊന്നുമില്ല. ഇവിടുന്ന് യൂ ടേൺ എടുക്കാം. വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഗ്ലാസ്സിലുള്ള ഈ സ്ക്രാച്ചും അതുപോലെ ഈ ഡോർ പാഡിൻ്റെ ഒന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ മൊത്തത്തിലൊന്ന് വാഷിങ് കാര്യങ്ങളും ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ പറയാനില്ല. കാല് കൊടുക്കുമ്പോഴേക്ക് കയറുന്നുണ്ട്. ഇവിടെ നമുക്കങ്ങനെ കയറ്റാനൊരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല ഇതുണ്ട്. ബ്രേക്കിംഗ് എല്ലാം പക്കയാണ്. കറക്റ്റായിട്ട് തന്നെ ഗിയറൊക്കെ മാറുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ആ ഫ്ലോയിൽ മാറുന്നുണ്ട്. അതിന് ലാഗൊന്നും വരുന്നൊന്നുമില്ല, അല്ലെങ്കിൽ കടന്ന് വണ്ടി റേസ് ആവുന്നൊന്നുമില്ല. ചില വണ്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഗിയർ മാറാത്തതുകൊണ്ടായിരിക്കും അത് നമ്മളിങ്ങനെ കാല് കൊടുത്ത് കയറ്റുമ്പോഴും പ്രോപ്പറായിട്ട് കയറുന്നത് തോന്നുന്നത് നല്ലൊരു റേസിംഗ് ഫീൽ ചെയ്യും. പക്ഷേ അത് അങ്ങനെയൊന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ ഗിയർ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഷിഫ്റ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും വണ്ടി കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടൊന്ന് വണ്ടി ഞാൻ ഒന്നുകൂടി റീസ്കാൻ ചെയ്യും. റീസ്കാൻ ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കൺഫേം ആക്കി കസ്റ്റമറോട് സംസാരിച്ച് ഇതിൻ്റെ പ്രൈസിൻ്റെ കേസ് ഒന്ന് സംസാരിക്കണം ഇവരോട്. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഇതിൻ്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നും അല്ല കേട്ടോ. അതൊക്കെ നല്ല നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. നമ്മളിനി അവരോട് സംസാരിച്ച് കസ്റ്റമർക്ക് എത്രയ്ക്ക് അവർക്ക് മുതലാവുന്നു ആ ലെവലിൽ അവർ സംസാരിച്ച് നോക്കി എടുക്കുന്നതായിരിക്കും. ഇതൊന്നും ഇത് ചാടുമ്പോഴൊന്നും തന്നെ സസ്പെൻഷൻ അടിയോ കാര്യങ്ങളോ അങ്ങനത്തെ സൗണ്ടൊന്നും തന്നെ കേൾക്കുന്നില്ല. വണ്ടി നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പോയിട്ട് പ്രൈസിൻ്റെ കേസ് സംസാരിക്കില്ല. അതുപോലെ ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ എത്ര ഉണ്ട്, ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി, മറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കിയിട്ട് വേണം നമുക്കിനി ഇവരോട് ഇതിൻ്റെ വിലയുടെ കാര്യത്തിലൊക്കെ സംസാരിച്ചൊന്നും തന്നെ ഒരു ധാരണയിലെത്താൻ പറ്റുമെങ്കിൽ എത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ വണ്ടിയുടെ പേപ്പർ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതിൻ്റെ ഒറിജിനൽ ഇതാണ് RC ബുക്കാണ്. ഇതിനകത്ത് മറ്റേ എസ് ബാങ്കിൻ്റെ ഫിനാൻസ് ഉണ്ട്, ഹൈപ്പോത്തിക്കേഷൻ ക്ലിയർ. ഓക്കെ, ഫിനാൻസ് ഉണ്ട്. പക്ഷേ ഫിനാൻസ് ക്ലോസ് ചെയ്തതിൻ്റെ ലെറ്റേഴ്സും കാര്യങ്ങളും ഇവിടുത്തെ അവൈലബിൾ ആണ്. നോക്കട്ടെ, ഇത് ഒറിജിനൽ പേപ്പർ തന്നെയാണ് കേട്ടോ. കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഓണറാണ്. 2015 4 മാസമാണ് വരുന്നത്. പിന്നെ അതിൻ്റെ സെക്കൻഡ് കീ കാര്യങ്ങൾ, പിന്നെ ബാക്കി പൊല്യൂഷൻ്റെ പേപ്പറും കാര്യങ്ങളാണ്. ഇൻഷുറൻസ് നിലവിൽ എക്സ്പെർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങൾ അവർ നമുക്ക് എടുത്ത് തരുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മളത് എടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് പ്രൈസും കാര്യങ്ങളും നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി C-Class ഡെലിവറി എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ വണ്ടിയുടെ പേപ്പേഴ്സിൻ്റെ കോപ്പി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. കാർച്ചാലകത്ത് പെൻഡിങ് നിൽക്കുന്ന ഭയ്യ ക്യാ പെൻഡിങ് ഒറിജിനൽ RC NOC. ഒറിജിനൽ RC NOC പെൻഡിങ് ആണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫയൽ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫുൾ ഒരു സെറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് കാര്യങ്ങളാക്കിയപ്പോൾ ഇവിടുന്ന് വണ്ടി പുറത്ത് ഡെലിവറിക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറകിൽ നിൽക്കുന്നത് കാണാം. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് വണ്ടി ഡെലിവറി എടുത്ത് ഇവിടെ നമ്മളിനി നേരെ വണ്ടി കണ്ടെയ്നർ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് വണ്ടി കണ്ടെയ്നർ ചെയ്യണമെന്ന് കരുതുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡെലിവറിയുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യും. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ നമ്മളെയും കാത്ത് തണലത്ത് കിടക്കുന്നു. നമ്മളിപ്പോൾ ഇവിടുന്ന് ഡെലിവറി എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ഇവരെ ഭാഗത്തുനിന്നുള്ള ഡെലിവറി ഉണ്ടാവുള്ളൂ. നമ്മൾ നാട്ടിലെത്തിയിട്ട് നമ്മൾ വണ്ടി കാര്യങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കസ്റ്റമർ റിവ്യൂ അടക്കം ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും. വണ്ടി അന്ന് നമ്മൾ കണ്ട പോലെ തന്നെ കേട്ടോ, വേറെ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടൊന്നുമില്ല, വേറെ ഒന്നും തന്നെ വന്നിട്ടില്ല. നമ്മളെല്ലാം വന്നപ്പോൾ റൗണ്ട് ചെക്ക് ചെയ്തായിരുന്നു. കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്നെല്ലാം നമ്മൾ റൗണ്ട്
നോക്കി കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി ഇപ്പോൾ ഡെലിവറി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം ഇതിൽ വെച്ച് വണ്ടി ഇവിടുന്ന് ഇപ്പോൾ എടുക്കുന്ന ഒഫീഷ്യലായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ കേൾക്കാം. ആ പയ്യന്മാർ ചുറ്റും കൂടി നിൽക്കുന്ന ഇതാ കാണാം. അവർ 10-500 കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ചെറിയ ലെവലിൽ ചൂടായി തുടങ്ങിയിട്ടുണ്ട്, ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. ഗ്ലാസ്സിലോ കാര്യങ്ങളോ ഒന്നും തന്നെ വേറെ പരിക്കുകളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല. അന്ന് കണ്ട പോലെ തന്നെ ചെറിയൊരു കുത്ത് മാത്രമേ നമ്മളതിൽ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒറിജിനൽ ഒരേ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് വണ്ടി കൈയോടെ ഡെലിവറി എടുത്ത് പോകാൻ കേട്ടോ. നമുക്കിവിടെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളവിടെ എത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടി അനീഷ് ഇവിടുന്ന് ഇപ്പോൾ കൈയോടെ ഡെലിവറി വേണ്ടി അനീഷ് ഇപ്പോൾ തപ്പർ വരെ കയ്യിൽ നിന്ന് വണ്ടി ഏറ്റു മേടിക്കുകയാണ്. ഇതൊക്കെ ഒരു പാർക്കാൻ സൈലുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ നിറച്ചതാണ്. ഒരുപാട് യൂസർ കാസിൻ്റെ ഷോറൂം കാണാം. ഇതേപോലെ ഒരു യൂസർ കാസിൻ്റെ ഷോറൂമിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തത്. നമ്മൾ ഇവരെ പേര് ഇവർക്കൊരു എന്താ പറയുക ആഡോ കൊടുക്കാത്ത മനഃപൂർവ്വമാണ്, വേറൊന്നും കൊണ്ടല്ല. ഇവരുടെ ഡീല് കാര്യങ്ങൾ എങ്ങനെയുണ്ട് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചില സ്ഥിരമായിട്ട് നമ്മൾ വണ്ടികളൊക്കെ എടുക്കുന്ന ഷോറൂമുകളിലൊക്കെ പേര് പറയാറുള്ളൂ. അതിലവർ നമുക്ക് നല്ല ഡീലാക്കി തരുന്നത് തീർച്ചയായിട്ടും പറയും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇവിടെ നോക്കിയിട്ട് ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി എടുത്ത്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബെൻസ് അപ്പോൾ ഇവിടെ ഡെലിവറിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചാലക്കുടിയിലുള്ളത്. നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇവിടെ വണ്ടി എത്തിയത്. അപ്പോൾ വണ്ടി പെയിൻറ്റിങ് ടച്ച് ആൻഡ് പോളിഷ് എല്ലാം കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ ഓൺ ദ വേണം. പറ്റുകയാണെങ്കിൽ നമ്മൾ അവരെ റിവ്യൂ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എന്തൊക്കെ വർക്ക് എടുത്തു കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. വണ്ടി ഇപ്പോൾ ഇവിടെ വന്നിറങ്ങി നമുക്കിവിടെ കൊരട്ടിയിൽ കണ്ടെയ്നർ ഇറങ്ങി. നമ്മളിതിനകത്ത് കാര്യമായ മാറ്റങ്ങളോ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. നമ്മളാകെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എടുക്കുമ്പോൾ കണ്ടിരുന്നല്ലോ, ബമ്പറിൻ്റെ അടിവശത്തൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണാം. അതൊന്നും നമ്മൾ പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ മൊത്തത്തിൽ നമ്മളൊന്ന് പെയിൻ്റ് ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്തു എന്ന് നമുക്ക് പറയാം. പിന്നെ കൂട്ടത്തിൽ നമ്മൾ ഒരു പോർഷനിൽ നമ്മൾ പെയിൻറ്റ് അടുപ്പിച്ചാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇത് നമ്മളൊന്ന് രണ്ടാമത് റീപെയിൻറ്റ് ടച്ച് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുറകിലെ ബമ്പറുമാണ് നമ്മൾ റീപെയിൻറ്റ് ചെയ്യിപ്പിച്ചത്. വേറെ നമ്മൾ കാര്യമായ മാറ്റങ്ങളോ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് വണ്ടി കണ്ടാൽ തന്നെ കാണാം, അന്നത്തെ അതൊരു ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മൾ വണ്ടി മെക്കാനിക്കലി ഇവിടെ വന്ന് നല്ലൊരു പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടികൾ മാത്രം ചെയ്യുന്ന തൃശ്ശൂരിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് വണ്ടി സർവീസ് കൊടുത്തത് കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം. അവിടുന്ന് വണ്ടി പോയ സമയത്ത് അവർ ഓയിൽ കാര്യങ്ങൾ മാറ്റാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പോയി. പക്ഷേ ഓയിലും കാര്യങ്ങളെല്ലാം പുതിയതായിരുന്നു. അതുകൊണ്ട് ഓയിൽ ചേഞ്ചോ കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടി വന്നില്ല. ബാക്ക് ബ്രേക്ക് പാഡ് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഒരു റീപ്ലേസ് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നത്. ബാക്കിയെല്ലാം അവർ ചെക്ക് ചെയ്ത് 100% പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അതേ ഒരു റിസൾട്ട് തന്നെയാണ് അവരും പറഞ്ഞതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തും ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളും തന്നെ വന്നില്ല. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് എല്ലാ വണ്ടികളും ചെയ്യുന്നത് തന്നെ വാഷിംഗ്, ഇൻറ്റീരിയർ ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് വണ്ടി അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് പറയാം. അപ്പോൾ കസ്റ്റമർ ഇവിടെ എത്തി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. എത്തിയിട്ട് നമ്മളിവിടെ വെച്ച് വണ്ടി ഡെലിവറി കൊടുക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ പറ്റുമെങ്കിൽ അവരുടെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ വീഡിയോ അതിനനുസരിച്ച് നമ്മൾ ഓക്കെ. അപ്പോൾ നമ്മുടെ കസ്റ്റമർ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വണ്ടി ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഡെലിവറി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ ചേട്ടാ? എൻ്റെ പേര് ഷൈജോ, ഞാൻ അങ്കമാലിലാണ് വീട്. ഓക്കെ. ഞാൻ മോനാണ് ജിജോയ് ഷൈജു. എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി നല്ലതാണ്, കണ്ടിട്ട് എനിക്ക് കുഴപ്പമില്ല. പറഞ്ഞ പോലെ തന്നെ ഉണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും കാണില്ല. ഇനി ഓടിച്ചു നോക്കിയിട്ടില്ല. അത് വിശ്വാസമാണ് എനിക്ക് ഏറ്റവും വലുത്. അത് പുള്ളി ഇങ്ങനെ വിശ്വാസം എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ പുള്ളി അങ്ങോട്ട് വിളിച്ച് ചോദിക്കായിരുന്നു വണ്ടി വേണ്ടേ അല്ലെങ്കിൽ എന്നെ വേണ്ട. കാരണം ഞാൻ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പേയ്മെൻറ്റ് തരുന്നല്ലാതെ വണ്ടി എവിടെ എത്തി എന്താണ് എന്നുള്ള ഒരു ചോദ്യമോ പറച്ചിലോ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോഴേ പുള്ളി എന്നോട് പറയുന്നത് നിന്നെ വിശ്വാസമാണ് നീ എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതി പറഞ്ഞു. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് പറഞ്ഞിട്ട് എങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. എങ്ങനെ ശരിക്കും നമ്മുടെ ചാനൽ എങ്ങനെ പരിചയപ്പെട്ടു? ഞാൻ എയർപോർട്ടിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അവിടെ വെയിറ്റിംഗ് കേസ് കിട്ടുമ്പോൾ ഞാൻ ചാനൽ കയറി നിങ്ങളെ. അപ്പോൾ അതിൽ കയറി നോക്കി ഇങ്ങനെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളെ. പിന്നെ ഞാൻ അത് വിളിച്ച ഉടനെ നിങ്ങൾ ആദ്യം എടുത്തില്ലല്ലോ. പിന്നെ ഞാൻ മെസ്സേജ് വിട്ടു, അതിന് മറുപടി എനിക്ക് തന്നത്. മറുപടി ആഴ്ത്ത മാത്രം. പിന്നെ മറ്റേ പേഴ്സണൽ നമ്പർ വന്നപ്പോൾ വിളിക്കാനും പിടിക്കാനും നിന്നില്ല. അതെന്താ സംഭവം എന്ന് വെച്ചാൽ അറിയാലോ, ഒരുപാട് കോളും മെസ്സേജും വരുന്നുണ്ട്, നമുക്ക് ഫോളോ ചെയ്തു. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്താൽ അതിനനുസരിച്ച് പിന്നെ തിരിച്ച് നമ്മൾ കൊടുക്കും. പിന്നെ ഓർഡർ കൺഫേം ചെയ്യുന്നവർക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ നമ്പർ കൊടുത്ത് ബാക്കി അതിലാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. മൊത്തത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ പേയ്മെൻറ്റിൻ്റെ കേസ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ വണ്ടിയുടെ വില പറയണോ വേണ്ടോ? എങ്ങനെ പറയണ്ട. ഓക്കെ. അത് കാരണം ഇത് ഒരിക്കലും ഒരു വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള വാഹനമല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലരും വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് മോശമായി വില പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ. ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി മേടിച്ചാണ്. ഇത് മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ഇതിനെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ചും കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിനെ തന്നെ കോൺടാക്ട് ചെയ്താൽ ഇത് ഇങ്ങനത്തെ വാഹനങ്ങൾക്ക് അവിടെ എന്ത് വിലയാവും എങ്ങനെയാവും എന്തൊക്കെയാണ് അതിനുള്ളത് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്നുള്ളത് ഞാൻ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനലിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്തെങ്കിലും ഫുൾ സക്സസ് ആണ്. എന്തായാലും സന്തോഷം. അപ്പോൾ നമുക്ക് അങ്ങനെ പുതിയൊരു നല്ലൊരു കസ്റ്റമറെ കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് ഈ വണ്ടി നമ്മൾ കൊടുത്ത് ഡെലിവറി കൊടുക്കാൻ പോകണം. അപ്പോൾ അവർ ഇവിടുന്ന് തേക്കും. ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതിൻ്റെ വണ്ടർ സെക്കൻഡ് കീ കാര്യങ്ങൾ ബാക്കി അതിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി കാര്യങ്ങളെല്ലാം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ബാക്കി ഉടനെ NOC കാര്യങ്ങളായിട്ട് തരുന്നതായിരിക്കും. ഓക്കെ.
അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ ഇതാണ് കസ്റ്റമർ റിവ്യൂ കാര്യങ്ങൾ. അപ്പോൾ ഇതേപോലെ ഡൽഹി, ഹരിയാന, യു പി, പഞ്ചാബ് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറും കാര്യങ്ങളാണ് ഞാൻ വീഡിയോയുടെ താഴെ സ്ക്രോളിങ് കാണിക്കുന്നത്. ഇപ്പോൾ അതിനകത്ത് കൊടുത്തല്ലോ, അത് എൻ്റെ പേഴ്സണൽ നമ്പർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ആദ്യം ഏത് വാഹനമാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഡീസലാണോ, പെട്രോളാണോ, ഓട്ടോമാറ്റിക് ആണോ, മാനുവലാണോ, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞിരിക്കും. പിന്നീട് നിങ്ങൾ വാഹനത്തിൻ്റെ ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി നോക്കി ഇതുപോലുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് നോക്കി എടുത്തു തരുന്നതായിരിക്കും. കൂടാതെ ഞാനൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഇനോവ, ഇറ്റിയോസ് ലീവ, കൊറോള അൾട്ടിസ്, അതുപോലെ ടാറ്റയുടെ സഫാരി സ്റ്റോം, മഹേന്ദ്ര താർ ഇങ്ങനത്തെ വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ചില കമ്പനികളുടെ ചില വാഹനങ്ങൾ തന്നെ ഇവിടുന്ന് എടുക്കുന്നതിൽ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ചില വാഹനങ്ങൾ ഇപ്പോൾ അവിടെ കിട്ടാല്ല, ചിലത് കിട്ടുന്നത് പ്രൈസ് കൊണ്ട് ഒക്കാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ആവശ്യപ്പെടുന്ന വാഹനങ്ങളാണ് മാരുതിയുടെ ചെറുവാഹനങ്ങൾ. പ്രത്യേകിച്ച് ചെറുവാഹനങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നതിൽ ഒരു കാര്യമില്ല. പിന്നെ മാരുതിയുടെ വണ്ടികളെ സംബന്ധിച്ച് ഓൾ ഇന്ത്യ ലെവലിൽ ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട് വണ്ടിക്ക്. അതിന് പുറമെ നിങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് നാട്ടിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ടച്ച് ആൻഡ് പോളിഷും കാര്യങ്ങളും പിന്നെ നമ്മുടെ കമ്മീഷനും കൊണ്ടുവരുന്ന എക്സ്പെൻസും ഇവിടെ വന്നിട്ട് ടാക്സൊക്കെ അടച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടുത്തെ കേരള വണ്ടിയുടെ വിലയുടെ മേലെ പോകാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി ചെയ്യുക. പിന്നെ ഇത് മാത്രമല്ല, ഡൽഹി, ഹരിയാനയൊക്കെ ഏതെങ്കിലും വണ്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ വഴി നല്ല അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കോൺടാക്ട് ചെയ്താൽ എനിക്കറിയാവുന്നതാണ്, ഞാൻ അതിന് പെട്ടെന്ന് തന്നെ മറുപടി തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി ഒന്നെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന് മറുപടി കാര്യങ്ങളായിട്ട് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഉടനെ അടുത്ത വണ്ടിയുടെ വീഡിയോ വരുന്നതായിരിക്കും. അതുവരേക്കും കാണാം.